രാഷ്ട്രീയത്തിൽ കനത്ത അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങളിൽ വൻ വഴിത്തിരിവുണ്ടാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന രണ്ട് പ്രധാന സംഭവ വികാസങ്ങളാണ് ഒരേ സമയം ടെഹ്റാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു വശത്ത് തങ്ങളുടെ സൈനിക കരുത്ത് ചോർന്നു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യം രംഗത്തെത്തുമ്പോൾ, മറുവശത്ത് അമേരിക്കയുമായുള്ള ദീർഘകാലത്തെ ശത്രുതയ്ക്ക് താൽക്കാലിക വിരാമമിടാനുള്ള അതിരഹസ്യ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന വിവരവും പുറത്തുവരുന്നു. ഇറാന്റെ പ്രതിരോധ നീക്കങ്ങളുടെയും തന്ത്രങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായ ഖാദ മുതൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹിയാണ് ലോകത്തെ ഞെട്ടിച്ച പുതിയ സൈനിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാനും പശ്ചിമേഷ്യയിലെ അവരുടെ സഖ്യകക്ഷികളായ പ്രതിരോധ കൂട്ടായ്മയും ഉടൻ തന്നെ ചരിത്രപരമായ ഒരു വലിയ വിജയം കൈവരിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഈ വിജയം തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഡെറ്റ്സ്മൂളിൽ നടന്ന പ്രമുഖ സൈനിക കമാൻഡർ മേജർ ജനറൽ ഗുലാം അലി റാഷിദിന്റെ അനുസ്മരണ ചടങ്ങിലാണ് ജനറൽ അബ്ദുല്ലാഹി ഈ നാടകീയമായ പ്രഖ്യാപനം നടത്തിയത്. അന്തരിച്ച മുൻ സൈനിക മേധാവിമാരുടെ ഓർമ്മകൾ പുതുക്കുന്ന ചടങ്ങിൽ വെച്ച് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് വരും ദിവസങ്ങളിൽ ഇറാൻ വലിയൊരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്ന പ്രത്യാക്രമണങ്ങൾക്കാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അടുത്തിടെയുണ്ടായ വ്യോമാക്രമണങ്ങളിലൂടെയും മറ്റ് രഹസ്യ ഓപ്പറേഷനുകളിലൂടെയും ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വത്തെ തകർക്കാൻ ഇസ്രയേൽ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിലൂടെ ഇറാന്റെ സൈനിക വീര്യം ചോർന്നു പോയിട്ടുണ്ടാകാമെന്നായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഈ അനുമാനങ്ങളെല്ലാം പാടെ തെറ്റാണെന്നും മുതിർന്ന കമാൻഡർമാരുടെ വിയോഗം ഇറാന്റെ പ്രതിരോധ സന്നാഹങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും ജനറൽ അബ്ദുല്ലാഹി അവകാശപ്പെടുന്നു. ഇറാന്റെ സൈനിക നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ എല്ലാ പദ്ധതികളും പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. നിലവിലുള്ള കമാൻഡർമാർ കൂടുതൽ കരുത്തരാണെന്നും മുൻഗാമിയായ ജനറൽ റാഷിദിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടുകൾ അതേപടി നടപ്പിലാക്കാൻ കെൽപ്പുള്ളവരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശത്രുക്കളുടെ വ്യോമകരസേനാ ഭീഷണികളെ നേരിടാൻ തങ്ങളുടെ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന മുന്നറിയിപ്പും ഇതിലൂടെ ടെഹ്റാൻ നൽകുന്നുണ്ട്. സൈനിക മേധാവിയുടെ ഈ കടുത്ത യുദ്ധ പ്രഖ്യാപനങ്ങൾക്കിടയിലാണ് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ നയതന്ത്ര രംഗത്ത് നിന്നും തികച്ചും വിപരീതമായ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്. അമേരിക്കയുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക പ്രതിസന്ധികൾ അവസാനിപ്പിക്കാൻ ഇറാൻ ഔദ്യോഗികമായി തയ്യാറെടുക്കുന്നു എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങൾക്ക് ഔദ്യോഗികമായി അറുതി വരുത്തുന്ന ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നാണ് അറാഖ്ചി നൽകുന്ന സൂചന. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ മാസങ്ങളായി അണിയറയിൽ നടന്നുവന്ന രഹസ്യ ചർച്ചകളുടെയും നയതന്ത്ര ഇടപെടലുകളുടെയും ഫലമാണ് ഈ പുതിയ ധാരണാപത്രം. പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ വഴി ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി കരാർ ഒപ്പിടുന്നതോടെ മേഖലയിലെ സൈനിക സംഘർഷങ്ങളുടെ തീവ്രത ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ രണ്ട് പ്രസ്താവനകളും ഒരേ സമയം പുറത്തു വന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് അമേരിക്കയുമായി സമാധാന കരാറിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ മറുവശത്ത് വലിയൊരു ഭൗമ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് ഇറാൻ സൈന്യം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതിനെയാണോ ഇറാൻ വിജയമായി ചിത്രീകരിക്കുന്നതെന്ന സംശയവും ശക്തമാണ്. അമേരിക്കയുമായുള്ള കരാറിലൂടെ തങ്ങളുടെ ആണവ പദ്ധതികൾക്കും സാമ്പത്തിക നിലയ്ക്കും മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ വലിയ ഇളവുകൾ നേടിയെടുക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സ്വാധീന മേഖലകൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അമേരിക്കയെ കൊണ്ട് വ്യവസ്ഥകൾ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു നയതന്ത്ര വിജയമായി ഇറാൻ വിലയിരുത്തുന്നുണ്ടാകാം. ഇതാണ് സൈനിക നേതൃത്വം വലിയ വിജയമെന്ന് വിശേഷിപ്പിച്ചതെന്നാണ് ഒരു വിഭാഗം വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ ഇറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഇത് തങ്ങളുടെ തന്ത്രപരമായ പിന്മാറ്റം മാത്രമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായ പല കരാറുകളും പാതിവഴിയിൽ തകർന്നു പോയ ചരിത്രമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. അതിനാൽ തന്നെ ഈ പുതിയ ധാരണാപത്രം എത്രത്തോളം സുസ്ഥിരമായിരിക്കുമെന്ന കാര്യത്തിൽ പാശ്ചാത്യ ശക്തികൾക്കും പൂർണ്ണ വിശ്വാസമില്ല.
മറ്റൊരു വശത്ത് ഈ കരാർ ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ പ്രതിരോധ ഗ്രൂപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്. അമേരിക്കയുമായുള്ള ധാരണയുടെ ഭാഗമായി ഈ ഗ്രൂപ്പുകളുടെ സൈനിക നീക്കങ്ങളെ ഇറാൻ നിയന്ത്രിക്കുവോ അതോ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന തരത്തിലാണോ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണയിക്കും. തങ്ങളുടെ സഖ്യകക്ഷികളെ കൈവിടാതെ തന്നെ അമേരിക്കയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതാണ് വിജയമെന്നാണ് ഇറാന്റെ സൈനിക ഭാഷ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ അമേരിക്കൻ ഇറാൻ ധാരണ വലിയൊരു തിരിച്ചടിയാകാനാണ് സാധ്യത. ഇറാനെ സൈനികമായി തകർക്കാൻ അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേലിന് വാഷിംഗ്ടൺ ടെഹ്റാനുമായി സമാധാന കരാറിലെത്തുന്നത് വലിയ നിരാശയുണ്ടാക്കും. ഇറാന്റെ ആണവ സൈനിക ശേഷി നിലനിർത്തിക്കൊണ്ടുള്ള യാതൊരുവിധ കരാറുകളും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നത്. തങ്ങളുടെ കടുത്ത ശത്രുക്കളായ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരേ സമയം നയതന്ത്രപരമായും സൈനികപരമായും സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞത് ഇറാന്റെ വലിയൊരു നേട്ടമായി തന്നെ കാണേണ്ടി വരും. ആഭ്യന്തരവും അന്താരാഷ്ട്രീയവുമായ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ടെഹ്റാൻ കൈവരിച്ച ഈ മേധാവിത്വം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. ശത്രുക്കളുടെ അധിനിവേശ ശ്രമങ്ങൾക്ക് മുന്നിൽ തങ്ങൾ മുട്ടുകുത്തില്ലെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ധാരണ യഥാർത്ഥത്തിൽ ഒരു പുതിയ സമാധാന യുഗത്തിന്റെ തുടക്കമാണോ അതോ താൽക്കാലികമായ ഒരു യുദ്ധവിരാമം മാത്രമാണോ എന്ന് വൈകാതെ തന്നെ വ്യക്തമാകും. പശ്ചിമേഷ്യയിലെ കനലുകൾ പൂർണ്ണമായും അണയുമോ അതോ പുതിയ രൂപത്തിൽ ആളിപ്പടരുമോ എന്ന് നിർണയിക്കുന്നതിൽ ഈ കരാറിന് വലിയ പങ്കുണ്ടാകും. പശ്ചിമേഷ്യയിലെ കനലുകൾ പൂർണ്ണമായും അണയുമോ അതോ പുതിയ രൂപത്തിൽ ആളിപ്പടരുമോ എന്ന് നിർണയിക്കുന്നതിൽ ഈ കരാറിന് വലിയ പങ്കുണ്ടാകും. ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇറാന്റെ പ്രഖ്യാപിത ഭൗമരാഷ്ട്രീയ വിജയത്തിനാണോ അതോ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധത്തിലെ പുതിയൊരു ചരിത്ര അധ്യായത്തിനാണോ എന്നത് വരും മണിക്കൂറുകളിലെ ചർച്ചകളിൽ നിന്നും വ്യക്തമാകും. പശ്ചിമേഷ്യൻ സമവാക്യങ്ങൾ മാറിമറിയുന്ന ഈ അതീവ നിർണായക ഘട്ടത്തിൽ പുതിയ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.